നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കുട്ടികളുടെ സാമ്പത്തിക അച്ചടക്കം. കുട്ടികളിൽ എങ്ങനെ സാമ്പത്തിക അച്ചടക്കം ശീലിപ്പിക്കാമെന്ന്. അപ്പം നമുക്ക് പൈസ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ ചെറുപ്പം മുതലേ കുറേശ്ശെ പൈസ കൈകാര്യം ചെയ്യാൻ ഉള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുക, അതിൻ്റെ ബാലൻസ് വാങ്ങിക്കൊണ്ടുവരിക. ഇപ്പം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പം 10 രൂപ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 2 രൂപയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങാമെന്ന് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൈസ കൈകാര്യം ചെയ്യാൻ കുട്ടികൾ പഠിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ വേറെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ടൂറ് പോവുകയാണ്, അന്നേരം ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെയോ എന്തിൻ്റെങ്കിലുമൊക്കെ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറയും, ഇത്ര രൂപയ്ക്ക് 100 രൂപ സംഖ്യ എത്രയോ ആയിക്കോട്ടെ, ഇത്ര രൂപയ്ക്ക് നിനക്കിഷ്ടമുള്ളത് വാങ്ങാം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അവൾ കണക്ക് കൂട്ടി 2 സാധനം വേണമെങ്കിൽ അവൾ അവിടെ ഇരുന്ന പൈസയൊക്കെ കണക്ക് കൂട്ടി വാങ്ങും. ചില സമയത്ത് അവൾ വേറെ എന്തെങ്കിലും വീട്ടിൽ തിരിച്ചു വന്നിട്ട് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ടൂറിന് പോകുമ്പോൾ അവൾ സാധനങ്ങൾ വാങ്ങില്ല, പകരം ആ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവൾ ഉദ്ദേശിക്കുന്ന സാധനം, അവൾക്ക് ആഗ്രഹമുള്ള സാധനം അവൾ വാങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് കൈകാര്യം ചെയ്യാൻ കുട്ടികൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ കുട്ടിക്ക് കൊടുക്കുന്നതോടുകൂടി കുട്ടി കയ്യിൽ എത്ര പൈസയുണ്ടോ, നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരവിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം 50,000 രൂപ വരുമാനമുണ്ട്, 60,000 രൂപ ചിലവുണ്ടെങ്കിൽ അവൻ ദരിദ്രനും, 5,000 രൂപ വരുമാനമുണ്ട്, 4,000 രൂപ ചിലവുണ്ടെങ്കിൽ അവൻ സമ്പന്നനുമാണ്. അപ്പം നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പം അതിന് കുഞ്ഞു കുഞ്ഞു ട്രെയിനിങ്ങുകൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.